എന്താണ് ശക്തി, നീ രാവിലെ തന്നെ ഭയങ്കര ആലോചനയിലാണല്ലോ. എന്തുവാ ഇതിനു മാത്രം ആലോചിച്ചു കൂട്ടാൻ? ഏയ്, ഞാനൊന്നും ആലോചിക്കുമായിരുന്നില്ല. ഞാനിങ്ങനെ ചുമ്മാ. ജീവ, ഞാനെന്നാ ഇറങ്ങുവാണേ. ബൈ, വന്നിട്ട് കാണാം. നീ ഇതെവിടേക്കാണ് ഇത്ര രാവിലെ പോന്നേ? അത് എടാ, എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. അത് അർജന്റാ. ഞാൻ വരുമ്പോ ചിലപ്പോ ലേറ്റ് ആവും. ആണോ? എന്നാ ശരിയടാ, നീ പോയിട്ടോ. അപ്പോ ഞാൻ പോയിട്ട് വരാം. നിതിൻ, നീ ഇത്ര നേരം എണീറ്റില്ലേ? എണീക്ക്. ഇതെന്താ ഇത്? ഇന്നലെ നീ നേരത്തെ കയറി കിടന്നല്ലേ? ഇങ്ങനെ ഉറങ്ങിയാ മതിയാവാത്തൊരു സാധനം. എന്തുവാ ക്രിസ്റ്റി, പ്ലീസ് ഒരു 5 മിനിറ്റ് കൂടെ. ഒരു 5 മിനിറ്റും ഇല്ല. ആ ക്ലോക്കിലേക്കൊന്ന് നോക്കിക്കേ. എത്ര ടൈമായിന്ന് വിചാരിച്ചിട്ടാ? കിടന്നു കഴിഞ്ഞാൽ എണീക്കണം എന്നുള്ള ഒരു ചിന്തയും ഇല്ല. എണീക്ക്. എണീക്കണോ? ആ, എണീക്കണം. ആ, എണീക്ക. അപ്പോ നീ എന്റെ പതിവിങ്ങ് തന്നേര്. പതിവോ? എന്ത്? ഓ, ചായ. അത് നീ ഫ്രഷ് ആയി താഴേക്കുക, ഞാനിട്ട് തരാം. ഓ, അതല്ല. ഓഹോ, പൂച്ചയുടെ അടവൊക്കെ അങ്ങ് കയ്യില് വെച്ചിരുന്നാ മതി. താനേ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ചായയല്ലേ, അതിപ്പോ സെറ്റാക്കാം. ഇവ സമ്മതിക്കൂല. എന്നാലും എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും, മിഷേൻ കണ്ണ്, മാങ്ങാത്തോലി. ഇപ്പൊ എല്ലാം കട്ടപ്പുറത്ത് കേറി. ആടാ, എല്ലാം പൊളിഞ്ഞു. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു. ഫ്രാൻസ്, വേൾഡ് കപ്പ്, എംബാപ്പെ, എല്ലാം സ്വപ്നമായി. ഇനി ആ സാധനം ഒന്ന് കൈകൊണ്ട് തൊടണമെങ്കില് 4 വർഷം വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. 4 വർഷം കഴിഞ്ഞാലും അതിലൊന്നുകൂടെ തൊടാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ആ, നീയോ? പറ്റുമായിരിക്കും, പറ്റണമല്ലോ. അടുത്ത 4 വർഷത്തിന് ശേഷം ഇനിയും വരും വേൾഡ് കപ്പ്. അപ്പോഴും എംബാപ്പെ അതുപോലെ അവിടെ ഉണ്ടാകും. ഇനി കപ്പ് ഫ്രാൻസ് അടിക്കുകയും ചെയ്യും. ആ, എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. ഇനി വേൾഡ് കപ്പ് വരികയും ചെയ്യും. ഞങ്ങളുടെ മിശിഹ അതുപോലെ അവിടെ തന്നെ ഉണ്ട്. അപ്പോ ഒന്നും കൂടെ പ്രതീക്ഷിക്കാം. കപ്പേ. അത് ശരിയാ. ഈ വേൾഡ് കപ്പോട് കൂടെ പുള്ളിന്റെ കത്തിക്കല് കഴിയുന്ന വിചാരിച്ചത്. ആ സ്കെലോണിയാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ. സാരമില്ല, കളിക്കട്ടെ. അയ്യടാ, നീ പറഞ്ഞില്ലായിരുന്നെങ്കി ഇപ്പൊ അങ്ങേര് കളിക്കാൻ ഇറങ്ങത്തില്ലല്ലോ. ഒന്ന് പോയേ. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്തിനാ വെറുതെ നമ്മൾ എവിടെയോ കിടക്കുന്നേ മെസ്സിക്കും റൊണാൾഡോയ്ക്കും എംബാപ്പയ്ക്കൊക്കെ വേണ്ടി അടി ഉണ്ടാക്കുന്നേ? അവര് ഇതൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് അർജന്റീന കപ്പും കൊണ്ടുപോയിട്ട് 1 മാസം കഴിഞ്ഞു. ഇനിയും ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യണോ? അത് ശരിയാ. അല്ലേലും എവിടെയോ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ആരാധനന്റെ പേരില് എന്തിനാ നമ്മൾ ചുമ്മാ തർക്കിക്കുന്നേ? എന്നാലും ഇവിടെ ഒരാള് ഫൈനലിൽ ഫ്രാൻസ് കപ്പടിക്കുന്ന കാണാൻ സൗദി വരെ പോയതല്ലേ. അതുകൊണ്ടൊക്കെ അങ്ങ് പറഞ്ഞതേ ഉള്ളു. ഓ, സൗദി ശവത്തി കുത്താതടാ. എനിക്ക് വയ്യ. പിന്നെ വേറെന്തൊക്കെയാ പറയടാ? പിന്നെ അല്ലടാ, കൊറേ ആയല്ലോ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട്. ഇനി എപ്പോഴാ? അതെ, പിന്നെ നിന്റെ കൂടെയുള്ള ഒരാളില്ലേടാ, നയൻ. എന്നാ വോയിസ് അയാളുടെ. മനുഷ്യനെങ്കിൽ ഇല്ലാണ്ടായി പോവാ. ഓഹോ, നീ ഇല്ലാണ്ടായി പോകുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ദേ, ഒന്നും പറയിക്കല്ലേ. അങ്ങനെയൊന്നുമില്ല നയൻ. എന്താലേ, എന്തുവാ? എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞാ കുറഞ്ഞു പോയാലോ? ഓ, നീ നോക്കിക്കേടാ. അയാളെ പറ്റി പറയുമ്പോ എന്തൊക്കെ എക്സ്പ്രഷൻസ് ആയി മുഖത്ത് മാറി മറഞ്ഞു പോകുന്നേന്ന്. എക്സ്പ്രഷനോ? എന്താടാ? എന്താ നയനെ പറ്റിട്ട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ടോന്നോ? ഡാ, നിനക്കറിയില്ല, ഇവിടെ ഒരാൾക്ക്. റോഷ, എടാ ഒന്നുമില്ലാട്ടോ, ഇവൻ ചുമ്മാ ഓരോന്ന് പറയുന്നു. അതെ അതെ, ഇവൻ ചുമ്മാ ഓരോന്ന് പറയുന്നാടാ, ഒന്നുമില്ല. ഷേ, എടി, നിങ്ങൾ കളിക്കാതെ കാര്യം പറ.
എന്താ കേസ്? ഞാനും കൂടെ ഒന്ന് അറിയട്ടേനെ. അത് പിന്നെ ശക്തി, അത് ഞാൻ പറയാം. ഇവരോടൊന്നും ചോദിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് പുറത്തേക്കൊന്നും പോവാം, ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓ റോഷ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നമ്മളൊന്നും അറിയാൻ പാടില്ലാത്ത കാര്യമാണ് അവനിപ്പോ ശക്തിനോട് പറയാൻ പോകുന്നത്. ആടി, അതെ അതെ. എന്നാലേ നിങ്ങൾ ചെല്ല്, നീ പോയി കാര്യങ്ങളൊക്കെ പറയേ. നയൻ, നീ എപ്പോഴാ വന്നേ? രാവിലെ പോയെന്നാണല്ലോ ജീവ പറഞ്ഞേ. എന്നിട്ട് ലേറ്റ് ആവുന്നും കൂടെ പറഞ്ഞിരുന്നു. നീ എന്താ വേഗം വന്നേ? എന്നിട്ട് ഏയ് അതൊന്നും ഇല്ലാടാ, ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ലേറ്റ് ആയിട്ടേ വരാൻ പറ്റത്തുള്ളൂന്ന്. ബട്ട് പോയ കാര്യം വേഗം കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങ് വന്നു. അവിടെ നിന്നിട്ട് ഇനിയിപ്പൊ എന്തിനാ? പിന്നെ എടാ ശക്തി, നിനക്ക് പോകുമ്പോ അവനെയും കൂടെ കൊണ്ടുപോകായിരുന്നില്ലേ? അവൻ ഇന്ന് ഇവിടുന്ന് ഒറ്റയ്ക്കാ പോയേ. അതിനെന്താടാ, അവന് വഴി അറിയത്തൊന്നല്ലല്ലോ, അവൻ ഒറ്റയ്ക്ക് പൊക്കോളും. പിന്നെ നീ നിതിന്റെ കൂടെ എവിടെയോ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ, എപ്പോഴാ പോകുന്നേ? ആടാ, അത് പോണം. കുറച്ച് കഴിഞ്ഞിട്ട് നിതിൻ വരണം. അവനിപ്പോ ഇവിടെ ഇല്ല. എപ്പോഴാണോ വരുന്നത്? ഞാൻ എത്ര നേരം എന്നറിയോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്രയും നേരം ഇവിടെ പോസ്റ്റ് ആയിരുന്നു. എന്നാലും എന്റെ ക്രിസ്റ്റി, നീ എങ്ങനെ നടന്ന ചെറുക്കനാടാ. ഇപ്പൊ ഒരു ലൈൻ സെറ്റായി. എന്റെ ദൈവമേ, എന്തൊക്കെ കാണണം. ഈ അടുത്തെങ്ങാനും കെട്ടുവോളാ നിങ്ങള്? എനിക്കറിയില്ലടാ, പക്ഷെ ഞാൻ കൊറേ മാറിയിട്ടുണ്ടല്ലേ. നിതിന്റെ വീട്ടില് എന്താണോ, നിതിൻ എന്താണോ പറയുന്നത് അതുപോലെ ആയിരിക്കും. കെട്ടും എന്തായാലും. നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം പറഞ്ഞില്ലല്ലോ, എന്താടാ? എടാ, അത് നീയും നയനും എങ്ങനെയാ? നല്ല കമ്പനിയാണോ? ആ, ഞാനെന്നായാലും നല്ല കമ്പനിയാണല്ലോ. നീ കൊറേ നേരമായല്ലോ അവനെ പറ്റി ചോദിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞേ? ഡാ, അതെങ്ങനെയാ പറയാ, എനിക്കറിയില്ല. അവന്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ കാണാറുണ്ട്. അങ്ങരുടെ ആ സൗണ്ട്, എന്റെ പൊന്നു. പിന്നെ ആ നോട്ടം, മനുഷ്യനങ്ങൾ കൊല്ലുമല്ലേ. അതുകൊണ്ടൊക്കെ എനിക്ക് അതുകൊണ്ട് ഡാ, അത് പിന്നെ നീ എന്റെ ചങ്കായതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടാ. എനിക്കൊന്ന് ഞാൻ ഡേറ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. നിങ്ങൾ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് നീ ഒന്ന് സംസാരിക്കോ? ഞാൻ അവനോട് സംസാരിക്കാടാ നിന്നെ പറ്റി. താങ്ക്സ് ശക്തി, നീ മുത്താണ്. ഏയ് എടോ. ആ, താൻ എന്നെ വിളിച്ചായിരുന്നോ? ആ, റോഷൻ അതല്ലേ ഇയാളുടെ പേര്? അതെ, എന്നെ അറിയോ? ആ, എനിക്കറിയാം. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ആണോ? എവിടെ വെച്ച്? ഞാൻ ഇതുവരെ തന്നെ കണ്ടിട്ടില്ലല്ലോ. അത് താൻ എന്നെ നോക്കാത്തോണ്ടാ കാണാത്തെ. അല്ലാതെ ഞാൻ എപ്പോഴും തന്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ നടക്കാറുണ്ട്. ഓ, അപ്പൊ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. പിന്നെ താനെന്താ പറയാനുള്ളേന്ന് പറഞ്ഞില്ല? ആ, മിസ്റ്റർ റോഷൻ, എന്റെ പേര് എഡ്വിൻ ആണ്. ആണോ? എഡ്വിൻ, കൊള്ളാലോ. എടോ, ഐ ലവ് യു. വാട്ട്? എന്താണെന്ന്? ഐ ലവ് യു എന്ന്. എടോ, താനിങ്ങനെ ഞെട്ടൊന്നും വേണ്ട. താൻ വളരെ സമാധാനത്തോടെ ടൈം എടുത്ത് ആലോചിച്ചിട്ട് ഒരു റിപ്ലൈ തന്നാ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോ പോട്ടെ റോഷ. ശക്തി, ഇതെന്തു പറ്റി? അല്ലെങ്കിൽ എന്നും കലവില പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് ഇന്ന് പറയാൻ ഒന്നുമില്ലേ? എന്ത്? എനിക്കിന്നൊരു മൂഡില്ല. മൂടില്ലേ? അതെന്താ? പിന്നെ നയൻ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തേ? അത് പിന്നെ നീ സിംഗിൾ ആണെന്നൊക്കെ എനിക്കറിയാം. എന്റെ ഒരു ഫ്രണ്ടിന് എന്നെ ഭയങ്കര ഇഷ്ടം. വേണമെങ്കിൽ അക്സെപ്റ്റ്. പിന്നെ അവനൊരു ഡേറ്റിന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ചെയ്യില്ല. ഓ, ഏത് ഫ്രണ്ടാ? അതൊരു ഫ്രണ്ട്. നാളെ ഞാൻ പോകുമ്പോ താൻ എന്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്താന്ന് വെച്ചാ കാണിക്കേ. ആ, ഓക്കെ. അപ്പോ നാളെ നമുക്ക് ഒന്നിച്ചു പോവാം. ഞാൻ വരാം. എനിക്ക് നാളെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പൊ എന്തായാലും നാളെ ഞാൻ വരാം. എന്നിട്ട് നീ പോയി പറഞ്ഞ ആ ഫ്രണ്ടിനെയും കൂടി ഒന്ന് കാണാം. എന്നിട്ട് ആലോചിക്കാം എന്ത് വേണമെന്ന്. പിന്നെ ആള് പാവമാണല്ലോ അല്ലേ? പാവമായിരിക്കും. ഓ,
അപ്പോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? ഉം. എന്നാലും നീ ആ പറഞ്ഞ ആളുടെ സ്ഥാനത്ത് നീ എങ്ങാനും ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഏയ് ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താ, ഒന്നുമില്ല. നീ ഇങ്ങനെ ചൂടാവുന്നത് കാണാൻ എന്ത് രസാ. നിന്നെ എത്ര മാറ്റി നിർത്താൻ നോക്കിയിട്ടും എനിക്കതിനെ പറ്റുന്നില്ലല്ലോ ശക്തി. എത്ര നോക്കിയെന്നറിയോ നിന്നെ ഒന്ന് എന്നിൽ നിന്ന് അകറ്റി നിർത്താൻ. അതിനൊന്നും എന്നെ കൊണ്ടാവില്ല. കാരണം നീ എനിക്ക് മറ്റെന്തൊക്കെയോ ആണ്. നയൻ അവൻ എന്തായാലും ശക്തിയെ അവനിൽ നിന്ന് അകറ്റി നിർത്തില്ല. പക്ഷെ ശക്തി ഇതൊക്കെ എന്താ ഇങ്ങനെ? ശക്തിക്ക് അവനോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനൊന്നും നിൽക്കില്ല. അത് ഞാൻ ശക്തി പറഞ്ഞ ആളെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ശക്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ കൂടുതൽ നയനിൽ നിന്ന് അകലൂ. അങ്ങനെ തോന്നിയേ പറ്റൂ. ശക്തി അവൻ എന്റേത് മാത്രമാണ്. നയൻ ഈ പറയുന്നത് പോലെ ശക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒരിക്കലും ശക്തിക്ക് മനസ്സിലാവരുത്. ശക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല, നയന് പ്രത്യേകിച്ചും.